എല്ലാ കൂട്ടുകാർക്കും ഡീം ഓൺലൈൻ ക്ലാസ് റൂമിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുന്ധതി. ഞാൻ എടുക്കാൻ പോകുന്നത് ജീവശാസ്ത്രമാണ്. അപ്പം നമ്മൾ ജീവശാസ്ത്രത്തിൽ ഒന്നാമത്തെ പാഠമായ ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നാണ് കഴിഞ്ഞ 2 പാട്ടുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 2 ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാൻ തുടങ്ങാവുള്ളൂ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠത്തിന്റെ പേരെന്താണ് എന്നോട് പറയാൻ? ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. അപ്പൊ ഇതില് നമ്മൾ ആദ്യം എന്തൊക്കെയാണ്, ആദ്യ 2 ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? ആദ്യത്തെ പാഠത്തിൽ നമ്മൾ ആഗോളതാപനത്തെ കുറിച്ച് പറഞ്ഞു. ആഗോളതാപനത്തിന് കാരണമായ പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും സന്തുലനാവസ്ഥ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചർച്ച ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ എവിടെ വെച്ചിട്ടാണ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട പ്ലാന്റിലെ ഓർഗൻ ഏതാണ്, ഏത് ഭാഗമാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് എന്നൊക്കെ പഠിച്ചു. അപ്പൊ നമ്മൾ അത് ചർച്ച ചെയ്തപ്പോഴാണ് ഹരിതകണത്തിന്റെ ഘടന നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഏതായിരുന്നു? ഹരിതകണത്തിന്റെ ഘടന പറഞ്ഞത് ഹരിതകണത്തിന്റെ ഘടന പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 2 ഭാഗം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്ട്രോമയും ഗ്രാനയും എന്ന് പറഞ്ഞു. അതായത് സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണെന്ന് പറഞ്ഞു. പിന്നെ ഗ്രാന എന്ന് പറയുന്നത് സ്ഥിരസഞ്ചികളുടെ അടുക്കാണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ രസതന്ത്രമാണ് പഠിച്ചത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു 2 ഘട്ടമായിട്ടാണ് ഈ പ്രകാശ സംശ്ലേഷണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു. ഒരു ഇരുണ്ട ഘട്ടമുണ്ട്, ഒരു പ്രകാശഘട്ടമുണ്ട്. പ്രകാശഘട്ടത്തിന് ശേഷമാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഒരു ചാക്രികമായിട്ട് പ്രവർത്തനമാണ്, ഒരു സൈക്ലിക് ഒരു മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത്. സൈക്ലിക് ആയിട്ടുള്ള പ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ പ്രവർത്തനം പഠിച്ചു. അതിൽ എന്തൊക്കെ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പഠിച്ചു. അതിന്റെ ഉൽപ്പന്നങ്ങൾ പഠിച്ചു. അപ്പൊ അതിൽ പ്രകാശത്തിന്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഒരു ഫ്ലോ ചാർട്ട് പോലത്തെ കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേബിളൊക്കെ വരച്ച് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നിങ്ങളെ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഇല്ലെങ്കിൽ ഒന്നും കൂടി ആ ക്ലാസ് കേട്ടതിന് ശേഷം മാത്രമേ ഇത് കേട്ട് തുടങ്ങാവുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? അതിനുശേഷം നമ്മൾ അവസാനം പഠിച്ചത് ഒരു ഫ്ലോ ചാർട്ട്, ഇതുപോലത്തെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു. നമ്മൾ ഈ ഫ്ലോ ചാർട്ട് നമ്മൾ ഫില്ല് ചെയ്തിരുന്നു, പൂരിപ്പിച്ചിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഈ ഇതിൽ ഫില്ല് ചെയ്തിരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകമാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഇലകളിൽ എത്തിക്കുന്നത്. ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ ഇലകളിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ആഹാരം നിർമ്മിക്കുന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും അതോടൊപ്പം ഗ്ലൂക്കോസിനെ ഇലകളിൽ സംഭരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളിപ്പം എവിടെ വരെ എത്തി നിൽക്കുന്നത്? അതായത് ഇലകൾ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ഗ്ലൂക്കോസിനെ ഇലകളിൽ സംഭരിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ അവിടെ വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പം ഗ്ലൂക്കോസിന്റെ ആ ഒരു ഘട്ടം വരെയാണ് നമ്മളിപ്പം പഠിച്ച് നിൽക്കുന്നത്. ഇനി അതിനുശേഷം പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം എന്തെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താ പഠിക്കേണ്ടത്? പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പറഞ്ഞല്ലോ, പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലാദ്യം നമ്മളിതിലൊരു ചോദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ഒരു സംശയം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സംശയം തോന്നാം ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക്. എന്താണെന്നറിയോ? എല്ലാ സസ്യങ്ങളും ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് സസ്യാഹാരത്തിൽ നിന്ന് അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ ലഭിക്കുന്നത് എന്നാണ് സംശയം. ശരിക്കും ഒരു ജനുവിനായിട്ടുള്ള ഒരു സംശയം തന്നെയാണ് ഇത്. നിങ്ങൾക്കും ഈ സംശയം തോന്നാം. കാരണം നമ്മളെന്താ ഇലക്കറികളൊക്കെ, ഇലയാഹാരങ്ങളിൽ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ നമ്മളോട് ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്. എന്താ നമുക്ക് കൂടുതൽ ആരോഗ്യം കിട്ടാൻ, നമുക്ക് കൂടുതൽ വൈറ്റമിൻസ് കിട്ടാനായിട്ടും പ്രോട്ടീൻ കിട്ടാനായിട്ടൊക്കെ നമ്മളോട് പറയാറുണ്ട്. നമുക്ക് വിളർച്ചയൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് ആശുപത്രി ചെല്ലുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയില്ലേ, നിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയത്തില്ല കുട്ടിക്ക് വിളർച്ചയാണെന്നൊക്കെ നിങ്ങൾ നമ്മളോട് പറയില്ലേ? എന്നിട്ട് പറയാം എന്താ, കുട്ടിക്ക് ഇലയാഹാരങ്ങൾ കൊടുക്കൂ, പച്ചക്കറികൾ കൂടുതൽ കൊടുക്കൂ.
പച്ചക്കറികൾ വേവിക്കാതെ അല്ലെങ്കിൽ റോ ആയിട്ട് കൊടുക്കും. പച്ചക്കറികൾ അധികം വേവിക്കാതെ അങ്ങനെ കൊടുക്കാനൊക്കെ പറയും. പച്ചക്കറി സൂപ്പ് കഴിക്കാനൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഗ്ലൂക്കോസ് ആണ് ഇങ്ങനെ ഇലകളിൽ അല്ലെങ്കിൽ ചെടികളിൽ സംഭരിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ പ്രോട്ടീനും ഈ കൊഴുപ്പും ഈ അന്നജവും ഒക്കെ ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഇതിൽ ഗ്ലൂക്കോസിന് എന്തെങ്കിലും രാസമാറ്റങ്ങൾ സംഭവിച്ചിട്ടാണോ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ നോക്കേണ്ടത്? ഗ്ലൂക്കോസിന്റെ രാസമാറ്റം. അതെ, ഗ്ലൂക്കോസിന് ചില രാസമാറ്റങ്ങൾ നടന്നതിന് ശേഷമാണ് ഗ്ലൂക്കോസ് അന്നജവും പ്രോട്ടീനും ഒക്കെ ആയിട്ട് മാറുന്നത്. ഗ്ലൂക്കോസിന് എന്തുകൊണ്ടാണ് രാസമാറ്റം സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ ഇരുന്നാൽ പോരെ എന്നൊക്കെ സംശയം നമുക്ക് തോന്നാം. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണിത്. ഗ്ലൂക്കോസിന്റെ ആ രാസമാറ്റങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം പ്രകാശ സംശ്ലേഷണം നടന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കുറേ തവണ പറഞ്ഞു കഴിഞ്ഞു. പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞതിന് ശേഷം ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെടികളിൽ ഗ്ലൂക്കോസ് സംഭരിക്കുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചു. പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് വന്നു. അതിനുശേഷം അന്നജമായിട്ടാണ് അത് മാറുന്നത്. എന്തുകൊണ്ടാണ് അന്നജമായിട്ട് മാറുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ഗ്ലൂക്കോസ് ജലത്തിൽ ലയിച്ചു പോകും. ഗ്ലൂക്കോസ് ജലത്തിൽ ലയിച്ചു പോകുന്നതിനാൽ അലേയ രൂപത്തിലുള്ള, ലയിക്കാത്ത രൂപത്തിലുള്ള, അലേയ രൂപം, ലയിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് വിപരീതം, അലേയ രൂപത്തിലുള്ള അന്നജമായിട്ടാണ് ഇലകളിൽ സംഭരിക്കപ്പെടുന്നത്. എന്താണ്? അലേയ രൂപത്തിലുള്ള അന്നജമായിട്ടാണ് ഇലകളിൽ സംഭരിക്കപ്പെടുന്നത്. അപ്പൊ ഈ അലേയ രൂപമാണ് അലേയരൂപമായ അന്നജമാണ് ഊർജ സ്രോതസ്സായിട്ടും ചെടികൾക്ക് വേണ്ട ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഊർജ സ്രോതസ്സായിട്ടും പിന്നെന്താ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുമെല്ലാം കാരണമായിട്ട് തീരുന്നത്, പ്രയോജനപ്പെടുത്തുന്നത് എന്തിനെയാണ്? ഈ അന്നജത്തെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അന്നജം പിന്നീട് സുക്രോസ് ആയിട്ട് മാറും. അന്നജത്തിന് പിന്നീട് രാസമാറ്റം സംഭവിച്ചെന്താകും? സുക്രോസ് ആയി മാറും. ഈ സുക്രോസ് ഫ്ലോയം കുഴലുകളിലൂടെ എവിടെത്തും? ഫ്ലോയം കുഴലുകളിലൂടെ, അതായത് ചെടിയുടെ പല ഭാഗത്തും എത്തും. എങ്ങനെയാണ്? ഈ അന്നജത്തിന് പിന്നീട് സുക്രോസ് ആയിട്ട് രാസമാറ്റം സംഭവിച്ചിട്ട് ഈ സുക്രോസ് ഫ്ലോയം കുഴലുകൾ നമുക്കറിയാം എന്താണ്? സംവഹന കലയിലെ ഒരു കലയാണ് ഫ്ലോയം എന്ന് പറയുന്നത്. നമുക്ക് സൈലം നേരത്തെ പറഞ്ഞു. സൈലം എന്തായിരുന്നു? വേരുകളിൽ, അത് മണ്ണിൽ നിന്ന് വേരുകളിലൂടെ ചെടിയുടെ പല ഭാഗങ്ങളിലും ജലം എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സൈലമാണ്. സംവഹന കലയിലെ സൈലമാണ്. ഫ്ലോയം എന്താ? ഈ അന്നജം സുക്രോസ് ആയി മാറിയതിനെ ഈ ചെടിയുടെ പല ഭാഗങ്ങളിലെത്തി അവിടെ സംഭരിപ്പിക്കാൻ വേണ്ടി അതിനെ ആ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നത് നമ്മുടെ ഫ്ലോയമാണ്. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ. ഈ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ ചെടിയുടെ പല ഭാഗങ്ങളിൽ പല രൂപത്തിലാണ് ഈ സുക്രോസ് അല്ലെങ്കിൽ അന്നജം മാറ്റപ്പെട്ട് കാണപ്പെടുന്നത്. ഈ ഗ്ലൂക്കോസ് രാസമാറ്റം സംഭവിച്ച് അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് പല രൂപത്തിലായിട്ടാണ് നമ്മളുടെ ചെടിയുടെ പല ഭാഗങ്ങളിലായിട്ട് സംഭരിക്കപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? അന്നജമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കൊഴുപ്പുണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, സുക്രോസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെ രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നതെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ ഒരു ചെറുതായിട്ട് അവർ നോട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്ന അന്നജമാണ്. അപ്പൊ അന്നജം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്നജം കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അന്നജം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം കൂടുതലുള്ളൊരു ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അന്നജം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സ്റ്റാർച്ച് എന്നാണ്. സ്റ്റാർച്ച്, STARCH, സ്റ്റാർച്ച് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. അപ്പൊ അന്നജം കൂടുതലൊരു ഭക്ഷണമാണ് നമ്മളുടെ അരി, നമ്മളുടെ ചോറെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഉച്ചയ്ക്കും രാത്രിയും എല്ലാം ചോറ് കഴിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അന്നജം കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മുടെ ചോറെന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അറിയാം നമുക്ക്? നമ്മുടെ നാട്ടിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ മരച്ചീനിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, അങ്ങനെ കുറേ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് നമുക്ക് കിട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മുടെ പറമ്പിലൊക്കെ വളരുന്ന അതുമായ കുറേ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? അന്നജമാണ് കിട്ടുന്നത്. അടുത്തത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമുക്ക് നമ്മുടെ
ആഹാരത്തിന് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കേണ്ട ഒരു ഒരു വസ്തുവാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. എന്താ പ്രോട്ടീൻ എന്ന് പറയുന്നത്? നമ്മളുടെ ആഹാരത്തിൽ എന്താ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ് നമുക്ക് കഴിക്കണമെന്ന് പറയാറുള്ളത്. അപ്പം ഈ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പയറുവർഗ്ഗങ്ങളിൽ നിന്നാണ്. പയറുവർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെ അറിയാം? നമുക്ക് വൻപയർ അറിയാം, ചെറുപയർ അറിയാം, കടലയുണ്ട്, പരിപ്പുണ്ട്, ഉഴുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ പയറുവർഗ്ഗങ്ങളിൽ പെടും. പയറുവർഗ്ഗങ്ങളിൽ പെടുന്നതാണ്. ലെഗ്യൂംസ് ആണ് പറയുന്നത്. ബീൻസും ലെഗ്യൂംസും ആണെന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് കേട്ടോ. പ്രോട്ടീൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് എണ്ണക്കുരുക്കളാണ്. എണ്ണക്കുരുക്കൾ നമുക്കറിയാം. നമുക്ക് എണ്ണ സാധാരണ ലഭിക്കുന്ന എന്തൊക്കെയാണ്? അതൊക്കെയാണ് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ആയിട്ട് നമുക്ക് അറിയാവുന്ന ഏതൊക്കെ എണ്ണക്കുരുക്കളാണുള്ളത്. ഇപ്പൊ കേരളത്തിലാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എണ്ണ എന്നുവെച്ചാൽ വെളിച്ചെണ്ണയാണ്. നമുക്ക് കിട്ടുന്നത് എന്തിൽ തേങ്ങയിൽ നിന്നാണ് വെളിച്ചെണ്ണ കിട്ടുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പാം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറെ എണ്ണകൾ നമ്മളിപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കഴിയും. പിന്നെന്താ കുറെ എണ്ണകൾ, കുറെ സ്ഥലം കടുകെണ്ണയുണ്ട്, ആവണക്കെണ്ണയുണ്ട്, അങ്ങനെ കുറെ എണ്ണകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇതിന്റെ ഈ എണ്ണക്കുരുക്കളിലാണ് എന്താണ് ആ തേങ്ങയിലാണ് അതിന്റെ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനെ സംഭരിച്ചിരിക്കുന്നത് ആ ഒരു ഫോമിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത എന്താണ്? അടുത്ത ഫ്രക്ടോസ് എന്താണ്? പഴവർഗ്ഗങ്ങളിലാണ് ഫ്രക്ടോസ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. പഴത്തിലാണ് അത് സംഭരിക്കപ്പെട്ടിരിക്കുന്നത് ഫ്രക്ടോസ്. അതായത് ഗ്ലൂക്കോസ് രാസമാറ്റം സംഭവിച്ച് ഏറ്റവും അവസാനമായിട്ട് ഫോം ചെയ്ത രൂപങ്ങളിൽ ഒന്നാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ആ ഫ്രക്ടോസ് പഴവർഗ്ഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ്. ഒരു സംയുക്തമാണ്. നമുക്ക് എന്താണ് ഇത് കാണുന്നത്? ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അത് എന്താ നമ്മൾ ഭക്ഷിച്ചാൽ അത് പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തൊക്കെയുണ്ട്. നമുക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമല്ല കേട്ടോ, നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന പഴങ്ങളിൽ നിന്ന് നമുക്കിത് കിട്ടും. നമുക്ക് എന്തൊക്കെയുണ്ട് നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള പപ്പായയുണ്ട്, പേരയ്ക്കുണ്ട്, ചാമ്പങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ പഴമുണ്ട്, സാധാ ചെറുപഴം ഉണ്ടല്ലോ, അവയിലെല്ലാം ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഭക്ഷിച്ചാലും മതി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് ഭക്ഷിക്കാം. അടുത്തതാണ് സുക്രോസ്. അവസാനത്തെയാണ് സുക്രോസ് എന്ന് പറയുന്നത്. സുക്രോസ് നമുക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ സുക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്ന കരിമ്പാണ് പ്രധാനമായിട്ട് സുക്രോസ് അടങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് പഞ്ചസാരയും നമ്മൾ ശർക്കരയൊക്കെ എടുക്കുന്നത് കരിമ്പിൽ നിന്നാണ്. അപ്പൊ സുക്രോസ് അതിന്റെ സ്റ്റെം അല്ലെങ്കിൽ തണ്ടിലാണ്. നമ്മൾ തണ്ടാണല്ലോ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടില്ല നിങ്ങൾ? അപ്പം ആ തണ്ടാണ് പറിച്ച് നമ്മൾ ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കുന്നത്. അപ്പം കരിമ്പിലാണ് കൂടുതൽ സുക്രോസ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് ഇതില് പഠിക്കാനുള്ള ഈ ഗ്ലൂക്കോസിന്റെ രാസമാറ്റം സംഭവിച്ച ശേഷം അതെന്തായിട്ടൊക്കെയാണ് മാറുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പഠിച്ചു? ഗ്ലൂക്കോസ് രാസമാറ്റം സംഭവിച്ച് പല രൂപത്തിൽ നമ്മുടെ ഇലകളിലെല്ലാം സംഭരിക്കപ്പെടുന്നു. അപ്പൊ അതാണ് നമ്മൾ ആഹാരമായിട്ട് ഈ പല ഫോമിലും ഇലകളിൽ സംഭരിച്ചിരിക്കുന്ന പല രൂപത്തിൽ നമ്മൾ ആഹാരമായിട്ട് ഭക്ഷിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഇത്രമാണ് അതിന്റെ രാസമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചത്. അപ്പം ഇനി അടുത്തത് ചെറിയൊരു പോർഷൻ ഉള്ളത് നമ്മുടെ ഒരു പ്രകാശ സംശ്ലേഷണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു സംശ്ലേഷണം എന്ന് പറഞ്ഞ ചെറിയൊരു ബോക്സ് നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയുന്നത് എല്ലാ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ചെറിയ അല്ലെങ്കിൽ ഇതിലും പ്രകാശ സംശ്ലേഷണം മാത്രമാണ് നടക്കുന്നത്, വേറെ എന്തെങ്കിലും നടക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം രാസസംശ്ലേഷണം എന്ന് പറഞ്ഞ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് അവിടെ ഊർജം ഉത്പാദിപ്പിക്കേണ്ടത്. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട അതിനൊരു ഉദാഹരണം പറയുന്നത് സൾഫർ ബാക്ടീരിയ ആണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഉദാഹരണം സൾഫർ ബാക്ടീരിയ. അത് രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചിട്ടാണ് ഊർജം ഉത്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ പഠിച്ചത്? ഗ്ലൂക്കോസിന്റെ രാസമാറ്റമാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്. അപ്പൊ അതിനുശേഷം നമ്മൾ പഠിച്ചു എന്തൊക്കെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് ചെടിയുടെ പല ഭാഗങ്ങളിലും
സംഭരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ അത് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ജലത്തിൽ വേഗം ലയിച്ചു പോകുന്നതിനാൽ അലയ രൂപത്തിലുള്ള അന്നജ രൂപത്തിലാണ് ഇലകൾ അല്ലെങ്കിൽ നമ്മൾ ചെടികൾ സംഭരിച്ചിരിക്കുന്നത്. അത് പിന്നീട് രാസമാറ്റം സംഭവിച്ച് എന്തൊക്കെയായിട്ട് മാറും? സുക്രോസ് ആയി മാറും. ആ സുക്രോസ് ഫ്ലോയം വഴി ചെടിയുടെ പല ഭാഗങ്ങളിലെത്തി പല രൂപത്തിൽ ഇങ്ങനെ സംഭരിക്കപ്പെട്ടിരിക്കും. അപ്പൊ പ്രോട്ടീനും കൊഴുപ്പും ഫ്രക്ടോസും എല്ലാം ആ രൂപങ്ങളാണ്. ആ രൂപങ്ങൾക്ക് എന്തൊക്കെയായിട്ടാണ് നമ്മൾ പഠിച്ചു, എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു, ഏതൊക്കെ വർഗ്ഗങ്ങളിലാണ്, പഴവർഗ്ഗങ്ങളാണോ കിഴങ്ങ് വർഗ്ഗങ്ങളാണോ. അപ്പൊ അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ അത് സംഭരിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇത് വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് രാസമാറ്റം സംഭവിക്കുന്നത് എന്നും പഠിച്ചിരിക്കണം. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും ഇതിന്റെ നോട്ടൊക്കെ തയ്യാറാക്കി തന്നെ പഠിക്കണം. പിന്നെയും വായിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ മറക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പം എളുപ്പമുള്ളൊരു പാഠഭാഗമാണ്. എല്ലാവരും വായിച്ചു നോക്കുമെന്ന് കരുതുന്നു.